നിങ്ങൾ നോക്കൂ, അവിടെ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ അമിതാധികാര പ്രയോഗം ഉപയോഗിച്ച് ഒരു സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്തി ജനങ്ങൾ തിരഞ്ഞെടുത്ത അവിടുത്തെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയെ പിടിച്ച് കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ടു. അതിൽ BJPയോടൊപ്പം ആ കേസിൽ ഒന്നാം പ്രതിയായി നിൽക്കുന്നതാരായിപ്പോൾ? കോൺഗ്രസ്. എന്ത് കോൺഗ്രസ്? ആ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്ത്? ആ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്ത്? വിശദമാക്കണ്ടേ കോൺഗ്രസ്? ഇപ്പോൾ ഇന്നലെ പുറത്തു വന്ന ഡൽഹിയിലെ പ്രത്യേക കോടതിയുടെ വിധി BJPക്കെതിരെ മാത്രമല്ല, അത് കോൺഗ്രസിനെതിരെ കൂടി വിരൽ ചൂണ്ടുന്നതാണ്. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിന് എത്ര നിഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് BJPയുമായി സഖ്യം ചേർന്നത്. ആ കാര്യത്തിൽ തെലങ്കാനയിൽ കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിലേക്ക് വന്നു. അവിടെ അധികാരത്തിലുണ്ടായിരുന്നത് BRS ആണ്. ആ BRS മുഖ്യമന്ത്രിയുടെ മകളെ ഇതിലേക്ക് കക്ഷി ചേർത്തു. ഇപ്പോൾ തെലങ്കാനയിലെയും ഡൽഹിയിലെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, കോൺഗ്രസിൻ്റെ അധികാരത്തിലേക്ക് വരുന്നതിനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി BJPയോടൊപ്പം സഖ്യം ചേർന്നു. അപ്പോൾ എവിടെയെല്ലാം ജനങ്ങൾ കോൺഗ്രസിനെ വെളിയിൽ നിർത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം BJPയുമായി ഇത്തരത്തിലുള്ള രഹസ്യമായോ പരസ്യമായോ ഉള്ള ബാന്ധവങ്ങൾ ഏർപ്പെടാൻ ഒരു മടിയില്ല. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് EDക്ക് CBIക്ക് വഴിവെട്ടാൻ കോൺഗ്രസിൻ്റെ MLAമാർ പരാതിയുമായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടത്. ഇതേ മാതൃകയായിരുന്നല്ലേ അവിടെ. അപ്പോൾ കോൺഗ്രസ് അവരുടെ നിലപാട് പ്രഖ്യാപിക്കണം. നിങ്ങൾ BJPയോടുള്ള ബന്ധമെന്ത്, അകലമെന്ത്, അത് വ്യക്തമാക്കണം. അത് ഹരിയാനയുടെ കേസിൽ BJP വ്യക്തമാക്കണം. നിങ്ങൾക്ക് കോൺഗ്രസിനോടുള്ള നിലപാടെന്ത്? കോൺഗ്രസിൻ്റെ നേതൃത്വം ഈ അഴിമതിപ്പണം എന്താണ് ചെയ്യുന്നത്, കള്ളപ്പണം എന്താണ് ചെയ്യുന്നത്? സ്വന്തം സഹപ്രവർത്തകരുടെ സീറ്റിന് പണം വാങ്ങി സീറ്റ് കൊടുക്കുകയാണ്. ഇതുവരെ ഒരക്ഷരം കോൺഗ്രസിൻ്റെ നേതാക്കൾ മിണ്ടിയിട്ടില്ല. ഇതുപോലെ അപമാനകരമായ ഒരു സാഹചര്യം ഇന്ത്യൻ ജനാധിപത്യത്തിൽ വേറെയുണ്ടോ? ഇത് വ്യക്തമാക്കണം കോൺഗ്രസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് വിശദമാക്കാനുള്ളത്.